സരോജ, ഇതാ പാല് കുടിക്ക്. ചെറിയമ്മേ, അതിവിടെ വെച്ചോളൂ, ഞാൻ പിന്നീട് കുടിച്ചോളാം. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇതാ കുടിക്ക്. അല്ല, ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പിന്നീട് കുടിച്ചോളാം, ഇവിടെ വെച്ചോളൂ. ഈ രാജേശ്വരിയോട് പിന്നെ എന്നൊരു വാക്ക് പറയാൻ പാടില്ല. ആദ്യം പാല് കുടിക്ക്. നീ എന്താ വായിക്കുന്നേ? ഗൗരി വ്രതത്തെക്കുറിച്ചാ ചെറിയമ്മേ. കുറച്ചുനാൾ കഴിഞ്ഞ് ഗൗരി വ്രതം എടുത്താലോ എന്ന് ആലോചിക്കുക. പൂജാരീതികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാ പറഞ്ഞ ഞാൻ പിന്നീട് കുടിക്കാന്ന്. ആയിക്കോട്ടെ, പക്ഷെ ഇപ്പം നിന്നെ ഈ പാല് കുടിക്കാതെ വിടുന്ന പ്രശ്നമില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എന്തുമാത്രം കഷ്ടപ്പെടുന്നെന്നറിയാമല്ലോ. മദുരാശി പോയിട്ടാ ഈ മരുന്ന് വാങ്ങി വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളുണ്ടാവും. എന്റെ ആ വിശ്വാസമേ നഷ്ടപ്പെട്ടു ചെറിയമ്മേ. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് സരോജ. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ലഭിക്കും. നാളെയും അല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ദൈവം കനിയും. നിങ്ങൾ എന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ല സരോജ. നീ വളരെ നല്ലവളാ. ഈ വീട്ടിൽ എന്നെ അമ്മയെപ്പോലെയല്ലേ കാണുന്നേ? ഇദ്ദേഹത്തെ അമ്മാവാന്ന് വിളിക്കുന്നതിന് പകരം ചിലപ്പോഴൊക്കെ ചെറിയച്ഛന്നല്ലേ വിളിക്കാറ്. ദൈവം നിനക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. ഇതാ പാല് കുടിക്ക്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണല്ലോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ദൈവം എപ്പോ കണ്ണു തുറക്കുമെന്ന് എനിക്കറിയില്ല ചെറിയമ്മേ. ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെയാ കാണുന്നത്. എനിക്ക് വേണ്ടി എന്തെല്ലാമാ ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി എവിടുന്നൊക്കെയോ മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവരുന്നു. ഞാൻ ചെറിയമ്മയോട് എങ്ങനെ നന്ദി പറയുമെന്നറിയില്ല. ഇപ്പൊ നീ പാല് കുടിക്ക്. തൽക്കാലം മറ്റൊന്നും ചിന്തിക്കണ്ട. ഇതാ കുടിക്ക്. മതി ചെറിയമ്മേ. മതിയെന്നോ? കൊച്ചുകുട്ടികളെ പോലെ വേഗം കുടിക്ക. ചെറിയമ്മേ, കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മതി. ഇത്രയെങ്കിലും നീ കുടിച്ചല്ലോ. തൽക്കാലം അത് മതി. എന്റെ ജോലി ഇപ്പൊ കഴിഞ്ഞു. ഇനി 2 ദിവസത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനിയും ഞാൻ തരുന്നുണ്ട്. എന്റെ വാക്കിൽ ഇത് അമൃതാണ്. നിന്റെ ഉള്ളിൽ ചെല്ലുമ്പം വിഷവും. ചെറിയമ്മേ, എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചതാ. നീ എത്ര ഭക്തിയോടെയാണ് പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നത്. ഉറപ്പായും കുഞ്ഞുങ്ങൾ ലഭിക്കും. വിഷമിക്കരുത്. അമ്മേ, അവര് കുടിക്കാൻ തന്നത് എന്താണ്? അതോ, എനിക്ക് കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പാവം ചെറിയമ്മ എവിടുന്നൊക്കെയോ മരുന്നുകൾ വാങ്ങിച്ച് 2-3 ദിവസത്തിലൊരിക്കൽ തരും. ഇതെന്ത് മരുന്നാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആരുടെ കയ്യിൽ നിന്നാ വാങ്ങുന്നേ? എനിക്കറിയില്ല അനന്യ. അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്കവരെ കാണുമ്പോൾ തന്നെ എന്ത് ബഹുമാനമെന്നറിയോ. അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാ. അവർക്കൊരു മകളുണ്ടായിരുന്നാലും ഇത്രയും സ്നേഹം കാണിക്കുമെന്ന് എനിക്കറിയില്ല. അമ്മ എന്നുള്ളൊരു ബന്ധം ദൈവം എങ്ങനെയാ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാനന്യ. എനിക്ക് അമ്മയില്ല, എന്നാൽ അമ്മയും ചെറിയമ്മയാണ് എനിക്ക് അമ്മ. നിനക്കും അമ്മയില്ല. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളായാ കാണുന്നത്. ചെറിയമ്മയ്ക്കൊരല്പം പോലും സ്വാർത്ഥതയില്ല. അവരുടെ ഒരേ ഒരു ആഗ്രഹം എനിക്ക് കുഞ്ഞ് ജനിക്കണമെന്നാ. ഞാൻ ഈ വീട്ടിൽ മരുമകളായി വരാൻ ഏറെ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നീയും കൂടെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പോലും
എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരല്പം പോലും കുറയില്ല. എന്നുവെച്ചാൽ ഇവര് കൊടുക്കുന്നത് മരുന്നല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് കുറേശ്ശെ വിഷം കൊടുക്കുകയാണ്. താനെന്ന് തീർച്ചയായും ഇവിടെ എത്തും. എന്റെ മനസ്സെന്തോ അങ്ങനെ പറയാ, എന്താന്നറിയില്ല. ബട്ട് നീ ഇന്നിവിടെ എത്തുന്നുള്ള കാര്യം കൺഫേം. നീ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെയും സംസാരിക്കാതെയും പോകുന്നത് എനിക്കൊന്ന് കാണണം. ഈ ജിമിക്ക് ആരുടെയാ? നീ ഇത് എങ്ങോട്ട് പോകാൻ ഇറങ്ങോ? മോനെ അർജുൻ, എന്താ മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കുന്നേ? എന്തു പറ്റി നിനക്ക്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞുതരാം. ഈ ജിമിക്ക് അവന്റെ ഗേൾഫ്രണ്ടിന്റെ. എന്താ? പിന്നല്ലാതെ എന്താ അമ്മേ, ഇതുവരെ അർജുൻ അമ്മയോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെ ഈ ജിമിക്കിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. അർജുൻ പഠിക്കുന്ന കോളേജിൽ ഡ്രാമ കോമ്പറ്റീഷൻ നടക്കുക. ആ ഡ്രാമയിലുള്ള ഹീറോയിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടേ ഒരു സിറ്റുവേഷന് വേണ്ടി ആ ഹീറോയിന്റെ ജിമിക്കി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഡയലോഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞോടാ, നിന്റെ ഡയലോഗെല്ലാം നീ പഠിച്ചോ? ഇപ്പൊ ഏത് സിറ്റുവേഷനിലാണ് നീ നിൽക്കുന്നത്? മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അപ്രത്യക്ഷയായ ഹീറോയിനെ ഇനി കണ്ടുപിടിക്കണം. അവളെ കണ്ട് ഈ ഡയലോഗ് പറയേണ്ടതാ. അതിനാ ഈ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നേ. അമ്മേ, ഞാൻ അമ്മയോട് പറയട്ടെ എന്റെ ഡ്രാമയുടെ കഥ എന്താണെന്ന്? വേണ്ട മോനെ, നിന്റെ ഡ്രാമയൊക്കെ കോളേജിൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ അടുത്ത് ഡ്രാമ കളിക്കുകയല്ലോ. ഇല്ലമ്മേ,
അമ്മയോട് ഞങ്ങൾ എന്ത് ഡ്രാമ കാണിക്കാനാ? വിശ്വസിക്കുന്നേ. അമ്മയ്ക്ക് എപ്പോഴും സ്വന്തം കുട്ടികളെ വിശ്വാസമായിരിക്കും. ആ വിശ്വാസത്തെ നീയാണ് കാക്കേണ്ടത്. ഇന്ന് എടാ മണ്ട, വാതിലടക്കാൻ അറിയില്ലേ? അമ്മയുടെ കൂടെ ഞാൻ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? താങ്ക്സ് ഏട്ടാ. ഇന്ന് ഏട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ ഉറപ്പായും ക്ലൈമാക്സ് ആയേനെ. എന്താന്നറിയോ, അമ്മയോട് കള്ളം പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്നിട്ട് ഇന്ന് കാണൂ ഏട്ടാ. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞോണ്ടേ ഇരിക്കുക, ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ കാണുമെന്ന്. പോയിട്ട് വരാം. ഇന്നെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇത്രയും കാലം കാത്തിരുന്ന ആ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്രയും നാൾ കാത്തിരുന്നതിന് അവസാനമാവുകയാണ്. ഇന്നു മുതൽ എല്ലാ ഭയത്തിൽ നിന്നും ഞാൻ മുക്തനായിരിക്കും. കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു. നാഗമാണിക്യം സ്വന്തമാക്കുമെന്നും അത് ഉപയോഗിക്കുമെന്നും ഇനി നിങ്ങൾക്കത് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. സ്വപ്നത്തിൽ എന്നെ ശല്യം ചെയ്യുന്ന നാഗരാജാവേ, ഇനി എന്നെ ശല്യം ചെയ്യുന്നത് എനിക്ക് കാണണം. ഇന്നു മുതൽ നാഗമാണിക്യത്തിലുള്ള പൂർണ്ണ അവകാശം എനിക്ക് മാത്രമായിരിക്കും. നാഗമാണിക്യം സ്വന്തമാകാൻ ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. ഇനി മുതൽ ഞാൻ പറയുന്നത് നടക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കണം. നിനക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് തക്ഷകവനത്തിലേക്ക് വന്നത്? ജീവൻ എടുക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇന്ന് നാഗരാജാവിന്റെ ശരീരം കത്തിച്ചിട്ട് വരാം. ഇന്നെന്റെ എല്ലാ ശത്രുക്കളും നശിക്കും. നാഗമാണിക്യം എനിക്ക് പൂർണ്ണമായും സ്വന്തമാകുന്ന കാര്യം ആലോചിക്കുമ്പോ എന്തൊരു സന്തോഷമാണ്. ഇന്ന് എന്റെ ഒരു ശത്രു ഈ കൈ കൊണ്ടാണ് മരണപ്പെടുന്നത്. ബാക്കിയുള്ള എന്റെ എല്ലാ ശത്രുക്കളെയും തേടിപ്പിടിച്ച് കൊല്ലും. എന്റെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യും ഞാൻ. നാഗമാണിക്യം എന്റേതാ, അത് തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. നാഗമാണിക്യം നാഗവംശത്തിന്റേതാണ്. അത് കൂടെ ഇല്ലാതെ ഈ ലോകം വിട്ടിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ആ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാം എന്റേതാ, എല്ലാം തന്നെ എന്റേതാ. ഈ ലോകത്തിൽ എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തു വേണമെങ്കിലും നേടാം. ഇന്ന് നിന്റെ മരണ ദിവസമാണ്. നീ വാ തക്ഷകവനത്തിലേക്ക്, വാ നിന്റെ മരണത്തിലേക്ക്, വാ നിന്നെ ഞാൻ നരകത്തിലേക്ക് അയക്കാം. ഇന്ന് എന്തോ ഒരു സ്ട്രോങ് ഫീലിംഗ് തോന്നുന്നുണ്ട്. അവളിന്ന് ഉറപ്പായി അമ്പലത്തിലേക്ക് വരുന്ന മനസ്സ് പറയുന്നു. ഞാനെന്തിനാ എപ്പോഴും അവളെ പറ്റി ആലോചിക്കുന്നേ? തന്നെ വേണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എന്തുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്? ബട്ട് താനില്ലാതെ എന്റെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആവുന്ന പോലെ. പരിചയപ്പെട്ടിട്ടിപ്പോ വെറും 2 ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും ഇത് 7 ജന്മങ്ങളായുള്ള ബന്ധം പോലെ തോന്നുന്നത്. എന്നുവെച്ചാ ഈ ജന്മത്തിലുള്ള ബന്ധമല്ലേ, മുജ്ജന്മ ബന്ധമായിരിക്കുമോ? അവിടെ നമ്മൾ ഒന്നായിരുന്നിരിക്കും. ഇത് ഉറപ്പായും ആ ബന്ധത്തിന്റെ തുടർച്ചയായിരിക്കും. ശേ, ഞാൻ എന്തൊക്കെ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? അയ്യോ, ഞാനൊരു പൊട്ടൻ.
തന്നെ ഇന്ന് ഞാൻ അമ്പലത്തിൽ കണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ തന്റെ പിന്നാലെ വരില്ല. അഥവാ ഇന്ന് ഞാൻ തന്നെ അമ്പലത്തിൽ വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ തന്നെ നഷ്ടപ്പെടുത്തില്ല. നമ്മളെ ചേർത്ത് വെക്കുന്നത് ഭഗവാനാണെന്ന് കരുതും. എന്റെ വിശ്വാസം ഇല്ലാതാവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. നീ വന്നിരിക്കും, ഉറപ്പായി നീ വരും. നല്ല കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവണം. ശത്രുക്കൾ എന്തായാലും മരിക്കണം. ഞാൻ വരയ്ക്കുന്ന മായാവലയം നീ മറികടന്നാൽ പിന്നെ നീ എന്റെ അടിമ. ജയ് മഹാകാല. എന്തു പറ്റി? ഈ സമയത്ത് എന്താ താൻ ഇവിടെ നിൽക്കുന്നത്? എന്നെ കാണാൻ വന്നതാ? എന്നെക്കുറിച്ച് ഓർമ്മ വന്നു അല്ലേ? തനിക്ക് ചിലപ്പോ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഞാൻ തന്നെ അങ്ങനെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. എനിക്ക് മറുപടി വേണം. പറയേ, ഉറക്കം വരുന്നുണ്ടാവില്ല. എന്നെ കാണുമെന്ന് തോന്നിയോ? അങ്ങനെയൊന്നും അല്ല, ഭഗവാനെ കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ. അയ്യോ ദൈവമേ, കള്ളം! പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം ഇത്. ഈ സമയത്താണോ ഭഗവാനെ തൊഴാൻ വരുന്നത്? അതും ഈ കൊടും കാടിനുള്ളിലുള്ള അമ്പലത്തിലേക്ക്. ഇങ്ങനെ നുണ പറയല്ലേ. എന്നെ കാണാനല്ലേ വന്നത്? അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഒരു തവണ പോലും നിന്റെ ഓർമ്മ വന്നില്ല. പച്ച കള്ളം! താൻ ഇങ്ങോട്ട് വരുന്ന പ്രതീക്ഷിച്ചാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ഈ നേരത്തൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ എനിക്കെന്താ ഭ്രാന്താണോ? ഭ്രാന്ത് തന്നെയായിരിക്കണം. തീർച്ചയായിട്ടും ഉണ്ടെന്നേ. പക്ഷെ അത് തന്നോടുള്ള ഭ്രാന്താ. പെട്ടെന്ന് താൻ എങ്ങോട്ടാ മുങ്ങിക്കളഞ്ഞത്? കൺവെട്ടത്തുനിന്ന് പോകാൻ കഴിയും, പക്ഷെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയൊക്കെ അകന്നിരുന്നാലും മനസ്സുകൊണ്ട് അങ്ങനെയൊന്നും അകലാൻ സാധിക്കില്ല. ശരിയല്ലേ? വായിൽ തോന്നി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയരുത്. ഭഗവാനെ ദർശിക്കാനാ ഞാൻ വന്നത്. എനിക്ക് ദർശനം കിട്ടിക്കഴിഞ്ഞു. എന്താ? എനിക്ക് ദേവീ ദർശനം കിട്ടിയെന്നാ പറഞ്ഞു വന്നത്. എന്റെ ജീവനം തന്നെ ധന്യമായി. അതുപോട്ടെ, താൻ എവിടെ താമസിക്കുന്നത്? എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തന്നെ ഞാൻ എങ്ങോട്ടും പോവാൻ സമ്മതിക്കില്ല. പറയേ, താൻ എവിടെ താമസിക്കുന്നത്? എന്താ ചെയ്യുന്നത്? സ്ഥലം പറയേ. വേഗം വേഗം ഉത്തരം പറയുന്നേ, അല്ലെങ്കിൽ താൻ ഇവിടെ തന്നെ നിൽക്കും. ഭഗവാനെ, ഞാൻ അങ്ങയുടെ അനുഗ്രഹം വാങ്ങി പോകാൻ വന്നതാ. എന്റെ ശബ്ദം നിറവേറ്റാൻ അങ്ങ് അനുഗ്രഹിക്കണം. ശത്രു തക്ഷവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തായാലും അവിടെ പോയേ പറ്റൂ. താനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്റെ സംസാരം കേട്ട്, എന്റെ സ്റ്റൈല് കണ്ട് എന്റെ സ്നേഹം മനസ്സിലാക്കി ഒരുങ്ങിപ്പോയത് വല്ലതും ആണോ? സംസാരിക്ക് എടോ, സംസാരിക്ക്. എവിടെ? താൻ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ ഓടി ഒളിച്ചത്? ഇത് എന്ത് സ്വഭാവമാണോ? താൻ വലിയ മായക്കാരിയാണല്ലോ. പെട്ടെന്ന് എവിടെന്നോ വരികയും ചെയ്യും, പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഒരു പക്ഷേ താൻ ആരാണെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും എന്റെ ആയുസേ തീർന്നു പോയിട്ടുണ്ടാവും. ഹലോ ഹലോ, താനിത് എവിടെയാണോ? ഹലോ, താനിത് എവിടെയാ? താനെന്താ ഇങ്ങനെ? താൻ വല്ല മായാജാലവും പഠിച്ചിട്ടുണ്ടോ? പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമാവുകയല്ലേ? ഒരു കാര്യം സത്യമാ,
താൻ ഇനി എവിടേക്ക് ഓടി ഒളിച്ചാലും ഉറപ്പായും ഒരു ദിവസം താൻ എന്റെ സ്വന്തമായി തീരും. തക്ഷക വനത്തിലേക്ക് എനിക്ക് ഉടനെ എത്തിയേ പറ്റൂ. പക്ഷേ അത്രയും ദൂരം എങ്ങനെ പോകും? ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ ശത്രു വന്നിട്ട് തിരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ പോവും? അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവും? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, എന്നെ വിട്ട് താൻ അകന്നു പോകും തോറും ഞാൻ തന്റെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. അത് തനിക്ക് തന്നെയായിരിക്കും പ്രശ്നമാവുക. അല്ല, ഒരു നല്ല പയ്യനല്ലേ ഞാൻ? കാണാനും നല്ല ഭംഗിയുണ്ട്. വലിയ വീട്ടിലെ ചെക്കനുവാ. വേറെന്താ വേണ്ടേ? താൻ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, തന്റെ ജാതകം എന്താ, നക്ഷത്രം എന്താ, കുടുംബം ഏതാ, ഒന്നും അറിയാതെ ഞാൻ തന്റെ പിന്നാലെ വരുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ശരി, പോട്ടെ. തന്നെ കിട്ടുമെന്നേ. കിട്ടാതെ എങ്ങോട്ട് പോവാനാ? ഇനി എന്ത് ചെയ്യും? ഇവൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല. തക്ഷക വനത്തിൽ ഉടനെ എത്തിയേ പറ്റൂ. മല്ലി, നീ ഇവിടെ എന്തെടുക്കുക? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന്. ഈ സമയത്ത് ചേട്ടനോട് എന്ത് ചെയ്യാ? നിന്റെ ഒരു ചേച്ചി ഉണ്ടല്ലോ, മായക്കാരി. അവളെ തേടി വന്നതാ ഞാൻ. പെട്ടെന്നോ എവിടുന്ന് പ്രത്യക്ഷയായി, അതുപോലെ തന്നെ അപ്രത്യക്ഷയുമായി. നിന്റെ ചേച്ചി എന്താ മായാവിയാ? എന്നുവച്ചാ മായാജാലം വല്ലതും പഠിച്ചിട്ടുണ്ടോന്ന്? അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു സഹായം ചെയ്തു തരും. ശരി, വാ.